ഇത് കഥ കുറച്ച് വിശ്വസനീയമാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കർണാടക ബോർഡർ ആ ഒരു ഒക്കെ കൊടുത്തത്. ഐ മീൻ കർണാടകത്തിലാണ് അല്ലെങ്കിൽ കേരളത്തിലാണ് ആ എഡ്ജ് കൊടുത്തത്, അത് കുറച്ചുകൂടി വിശ്വസനീയമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അല്ല ഇത്രയും മലകൾ ഇങ്ങനെ നിൽക്കുന്നു. എന്തിനാണ് കൊടുത്തതെന്ന് ഓർമ്മയില്ല കേട്ടോ. അതറിയാണ്ട് എഴുതി പോയതാണെന്ന് തോന്നുന്നു. അത് എഴുതി പോകുമ്പോൾ എന്തുവായിരുന്നു, ലോഡ്ജായിരുന്നല്ലോ ആദ്യത്തെ സീൻ. എന്നാൽ തോവാൾപ്പെട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലം, അതൊരു ഇമാജിനറി പ്ലേസ്. അപ്പോൾ ആ പേര് എഴുതി കഴിഞ്ഞപ്പോൾ ഓക്കെ. ഞാൻ കണ്ണൂരാണ്, പയ്യന്നൂരാണ് എൻ്റെ വീട്. അപ്പോൾ അവിടുന്ന് ഒരു 40 കിലോമീറ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണൂരിന് ഒരു കർണാടക ബോർഡർ ഉണ്ട്, ജോസ്ഗിരി എന്നൊക്കെ പറഞ്ഞു. ജോസ്ഗിരി. അപ്പോൾ ഒരു കർണാടക ബോർഡർ ഉണ്ട്. അപ്പോൾ അവിടെ ഇവിടെ നിന്നുള്ള എന്താണ് ട്രാവൻകൂറിന്ന് വന്നിട്ട് മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ഒരു ഡയസ്പോറയാണ് അവിടെ. ഏകദേശം ഒരു കോട്ടയം ഫീലാണ്, കോട്ടയം പത്തനംതിട്ട ഫീലാണ്. അന്ന് ബോർഡർ ഉണ്ട് തന്നെ. അപ്പോൾ അത് എനിക്ക് പരിചയമുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ അവിടെ ഉണ്ട് ഒരു സെർട്ടൻ ഒരു മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ മഞ്ഞൊക്കെ ഒഴിഞ്ഞ സമയമാണെങ്കിൽ അങ്ങ് മൈസൂർ വരെ കാണാമെന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് മലകളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലമൊക്കെയാണ്. അപ്പോൾ വെറുതെ ഫോർ നോ റീസൺ അങ്ങനെ എഴുതിപ്പോയത്. ഓക്കെ, ഈ സ്ഥലം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇപ്പോൾ കിഷ്കിന്ധ എഴുതുമ്പോഴായാലും വെറുതെ നിലമ്പൂർ തിരുനെല്ലി എന്നൊക്കെയുള്ള മെൻഷൻ കൃത്യമായിട്ടൊരു സ്പെസിഫൈഡ് അല്ല, എന്നാലും അവിടെ ഇവിടെ നിലമ്പൂർ തിരുനെല്ലി എന്നൊക്കെ ചുമ്മാ തട്ടിപ്പോയത്. ഞാൻ ഈ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല, നിലമ്പൂർ. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അതിനൊരു ഫാൻസി തോന്നി. അറിയാത്ത സ്ഥലത്തെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള ഒരു കൗതുകമാണ്.